ഇന്ന് നമ്മുടെ മാതൃരാജ്യം ഇന്ത്യ 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. ആ സന്തോഷത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഏതൊരു സന്തോഷത്തിലും ടോപ്പ് സിംഗർ എന്നും കൂടെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് സിംഗറിന്റെ സന്തോഷമാണ് നമ്മുടെ പ്രേക്ഷകരുടെ സന്തോഷമാണ് ഇന്ത്യയിലൊട്ടാകെയുള്ള എല്ലാ മനുഷ്യരും ഒരേപോലെ ആഘോഷിക്കുന്ന നമ്മുടെ റിപ്പബ്ലിക് ദിനം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടെ ടോപ്പ് സിംഗർ ടീം നമ്മുടെ പ്രേക്ഷകരുടെ കൂടെ ആഘോഷിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ധീര ജവാന്മാരും അവരുടെ ഫാമിലീസും ഇന്ന് നമ്മുടെ കൂടെ ടോപ്പ് സിംഗറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരും അതേപോലെ തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവരെയും വെൽക്കം ചെയ്തതിന് ശേഷം ഒരുപാട് സന്തോഷമുള്ള പ്രൗഡായിട്ടുള്ള കുറേ മൊമെന്റ്സ് ആണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ വരാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് നിത്യ ചേച്ചി ഓൺ സ്റ്റേജ്. MJ അങ്കിൾ, ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ പ്രേക്ഷകരുടെ കൂടെ നമ്മളെല്ലാവരും റിപ്പബ്ലിക് ഡേ ടോപ്പ് സിംഗറിലൂടെ ആഘോഷിക്കാൻ പോവാണ്. റെഡി അല്ലേ? 1950 ഒരു ജനുവരി 26 ഇന്ത്യ സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ട് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആകുന്നത്. ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴും റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വത്തിന്റെ ഭാഗമാണ്. മഹാകവി വള്ളത്തോളിന്റെ വരികൾ ഓർമ്മ വരികയാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ, ഏതു വിദേശത്ത് പോന്നു വസിച്ചാലും ഏകാംബ പുത്രനാം. സോ വി ആർ പ്രൗഡ് ടു ബി ഇന്ത്യൻസ്. അതാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സെലിബ്രേഷൻ ടൈം ഫോർ അസ് അറ്റ് ടോപ്പ് സിംഗർ. ഇന്ന് നമ്മുടെ ധീര ജവാന്മാർ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു അതിഥി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടിപ്പാട്ടുകാരുണ്ട്, പാട്ടുകൾ കൊണ്ട് നമ്മളെ ഒരു പുതിയ ജേർണിയിലോട്ട് നയിക്കാനായിട്ട്. അപ്പോൾ ടോപ്പ് സിംഗറിന്റെ വക റിപ്പബ്ലിക് ഡേ ദിന ആശംസകൾ എല്ലാവർക്കും. ഈ വിശേഷ ദിവസത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പി ഭാസ്കരൻ മാഷ് എഴുതിയ കുറച്ചു വരികൾ ഓർക്കുകയാണ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, കേവലമൊരു പിടി മണ്ണല്ല, കേവലമൊരു പിടി മണ്ണല്ല. അങ്ങനെ റിപ്പബ്ലിക് ഡേയുടെ തുടക്കം നമ്മൾ ഗംഭീരമാക്കി അല്ലേ? നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചുകൂടെ അതിഗംഭീരമാക്കാനായിട്ട് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റിപ്പബ്ലിക് ഡേക്ക് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് നമുക്കിന്ന് ടോപ്പ് സിംഗറിനോടൊപ്പം റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഏറെ ആദരത്തോടെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ലഫ്റ്റനന്റ് കേണൽ PA മാത്യൂസ് സാറിനെ. നമസ്തേ സർ. സർ, ഇറ്റ് ഈസ് എ വെരി ബിഗ് ഓണർ ടു ഹാവ് യു ഹിയർ. ടോപ്പ് സിംഗറിൻ്റെ കുട്ടികൾക്കും ഇതൊരു വലിയൊരു ഇൻസ്പിറേഷൻ്റെ മൊമെൻ്റാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പോരാടിയ, നമുക്ക് വേണ്ടി സ്വയം അർപ്പിച്ച് പോരാടിയ ഒരു വലിയ ധീര ജവാനാണത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് അത് എത്ര അധികം സന്തോഷം എന്ന് പറയാൻ പറ്റുന്നില്ല. സന്തോഷം മാത്രമല്ല, വലിയ അഭിമാനം കൂടിയാണ്. അപ്പോൾ അങ്ങയുടെ എക്സ്പീരിയൻസസ് ഒന്ന് പറഞ്ഞു തരാമോ നമുക്ക്? ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ കൃതമായ റിപ്പബ്ലിക് ഡേ ആശംസ. ഈ സ്റ്റേജിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും റിപ്പബ്ലിക് ഡേ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ മാത്യുവിൻ്റെ ആർമി ജീവിതത്തെക്കുറിച്ച് വളരെ ചെറിയ വാക്കുകളിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം 2000
ഇന്ത്യൻ ആർമിയിൽ ഒരു ലെഫ്റ്റനൻ്റായിട്ട് നിയമിതനാകുന്നത്. ഉടനെ തന്നെയായിരുന്നു ഞങ്ങളുടെ മാരേജും. അദ്ദേഹത്തിൻ്റെ 2.5 വർഷത്തേക്ക് കാശ്മീരിലേക്ക് പോസ്റ്റഡ് ആവുകയാണ് ചെയ്തത്. ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ കാശ്മീരിലേക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 3 വർഷം പൂർത്തിയായാൽ ഒരു പീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്നും ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാമെന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളിലൂടെ ഡെയിലി ഞങ്ങൾ ലെറ്റർ എഴുതുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ ആ പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ഞങ്ങളിങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2003 അദ്ദേഹത്തിന് ജൂലൈ 21 ഒരു തീവ്രവാദി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. 6 തീവ്രവാദികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2 തീവ്രവാദികളെ വധിക്കുകയും പിന്നീട് ഉണ്ടായിരുന്ന 4 തീവ്രവാദികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയ്ക്കാണ് മാത്യുവിന് തലയ്ക്ക് വെടിയേൽക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം ബോധരഹിതനായി 2 മാസത്തോളം കോമയിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കോമ അവസ്ഥയിലാണല്ലോ, ആരെയും അറിയില്ല, ഒന്നും അറിയില്ലാത്ത അവസ്ഥയിൽ. അപ്പം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പാട്ടിനെ ഏറെ സ്നേഹിച്ചിരുന്ന ആളാണ്. ചെറിയ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ കൊയറിലും അല്ലാതെ ഗ്രൂപ്പ് പാട്ടിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് വാക്ക്മാൻ ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂർ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് പാട്ട് കൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ നാളുകൾ 2 മാസത്തിന് ശേഷം അദ്ദേഹം പതുക്കെ ജീവനുണ്ട് എന്നുള്ള ആ സമയത്ത് മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ 6 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നതും. അപ്പം എൻ്റെ ഉള്ളിലെ ജീവനും അദ്ദേഹത്തിൻ്റെ ജീവനും ഒരുപോലെ വളരുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം കണ്ണൊക്കെ തുറന്ന് അത്യാവശ്യം സ്വന്തം കാലിലേക്ക് നിൽക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. പിന്നീട് വളരെ സാവധാനം എൻ്റെ മകൻ ജനിച്ചതിന് ശേഷം അവനോടൊപ്പം എന്ന് പറയാം പിച്ച വെച്ച് സംസാരശേഷിയും ഇപ്പോഴും പൂർണ്ണമായിട്ട് സംസാരശേഷി വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. നടക്കാനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വളരെ പ്രൗഡാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആരുടെയൊക്കെയോ ത്യാഗങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം എല്ലാവർക്കും, ഞങ്ങളെ വിളിച്ച എല്ലാവർക്കും നന്ദി. ഇവിടെ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ ആശംസിക്കുന്നു. മ്യൂസിക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാസിഫിക്കേഷൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. പലയിടങ്ങളിലും അത് ജീവിതത്തിൽ നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് സാർ എന്ന് പറയുന്നത്, അല്ലേ? മ്യൂസിക് എങ്ങനെയാണ് സാറിന് മ്യൂസിക്കിലോട്ട് ഇത്രയധികം ഒരു ഇഷ്ടം വരാൻ? അറിയില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ അത്യാവശ്യം എല്ലാവരും പാടുമായിരുന്നോ? പാടുമായിരുന്നു, അത്യാവശ്യം പാടും. മകൻ പാടും? മകള് പാടും. മകള് പാടും. അപ്പൊ ഇതൊരു വലിയൊരു സംഗമമാണ്, സ്നേഹസംഗമമാണ്, നമ്മുടെ രാജ്യത്തിന്റെ കരുതലിന്റെ സംഗമമാണ്, ഈ രാജ്യസ്നേഹത്തിന്റെ സംഗമമാണ്. അപ്പൊ എം ജെ അങ്കിൾ, നമുക്ക് മാത്യു സാറിനെയും കുടുംബത്തെയും നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു ഉപഹാരം നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. സോ 3 പേരെയും ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു, സാറിനെയും ആൻറ്റിയും. അപ്പോൾ മാത്യു സർ, ആൻറ്റി ഇവിടെ ഇരുന്ന് നമുക്കിനി നേരിട്ട് കുറേ കുട്ടികൾ നിങ്ങളെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്നെ പോലെ തന്നെ ഞാനും സാറിനെ കാണാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ആളാണ്. പിന്നെ സാറിനെ പോലെ തന്നെയുള്ള ഒരുപാട് ധീരജവാന്മാരും അവരുടെ ഫാമിലീസും ഇന്ന് നമ്മളോടൊപ്പം ടോപ്പ് സിംഗർ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുന്നു കേട്ടോ. അവിടെ ഇരുന്ന് നമുക്ക് നേരിട്ട് ഇനി നമ്മുടെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളുടെ പാട്ടുകളൊക്കെ ആസ്വദിക്കാം. സാറിനെയും ആൻറ്റിയും ഞാൻ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി റിപ്പബ്ലിക് ഡേ കേട്ടോ. അപ്പോൾ ടോപ്പ് സിംഗർ ടീം ഒരുക്കുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, ഡൺ. स्वर्गीय
സൂപ്പർ സൂപ്പർ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. MJ അങ്കിൾ, നമ്മുടെ സോമരാജൻ സാർ ഇവിടെ ഉണ്ട്. സാർ, എങ്ങനെയുണ്ട് നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇത്രയും സ്പെഷ്യൽ ഒരു ദിവസം വന്നിട്ട്? സൂപ്പർ. ആണോ? റിയലി എൻജോയ്. ഓക്കെ സാറ്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരോ സാറ് പട്ടാളത്തില് എന്തായിരുന്നു ഞങ്ങക്ക് വേണ്ടി? ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. യെസ്. എന്റെ പേര് റിട്ടയർഡ് ഹോണറി ക്യാപ്റ്റൻ സോമരാജൻ. ഞാൻ മൂഴിക്കുളം പാർക്കടവ് സ്വദേശിയാണ്. ആർമിയിൽ 1987 ജോയിൻ ചെയ്തു. 2018 ഞാൻ റിട്ടയർഡായി. ആർമിയിൽ സർവീസിന് ശേഷം സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു 6 വർഷം ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയിൽ ഞാൻ സെക്യൂരിറ്റി കോർഡിനേറ്റർ ആയിരുന്നു. ഇപ്പോൾ എറണാകുളം സൈനിക കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. സർവീസിനിടയ്ക്ക് എനിക്ക് റിപ്പബ്ലിക് ഡേ സമയത്ത് ഓർക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഈ സ്ക്രീനിൽ കണ്ട ബൊഫോഴ്സ് ഗൺ, ഞാൻ ആർമിയുടെ ടെക്നിക്കൽ കോറിൽ മാസ്റ്റർ ടെക് ഗണ്ണായിരുന്നു. എന്റെ ആ സമയത്ത് ഡ്യൂട്ടി ഞാൻ ഉദംപൂരിലായിരുന്നു, 27 മൗണ്ടൻ ഡ്യൂയുടെ അന്തറിൽ. അവിടെ വെച്ച് ഈ ബൊഫോഴ്സ് ഗണ്ണിനെ ഇൻപുട്ട് ചെയ്യുകയായിരുന്നു നമ്മളുടെ ബൊഫോഴ്സ് യൂണിറ്റുകളിലേക്ക് പുറത്തുനിന്ന് വരുന്ന. കാരണം അന്ന് കാശ്മീരിലെ ബൊഫോഴ്സ് ഗൺ ഉണ്ടായിരുന്നില്ല, ഈസ്റ്റേൺ സെക്ടറിലായിരുന്നു. അവിടുന്ന് ബൈ ട്രെയിൻ വരുമ്പോൾ അതിനെ ഇൻപുട്ട് ചെയ്യേണ്ട ഡ്യൂട്ടിയായിരുന്നു. ആ സമയത്ത് ലോസ് എന്ന് പറയാനായിട്ട് ജനുവരി 26 റിപ്പബ്ലിക് പരേഡ് ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചില്ല. അത് ഒരു ദുഃഖമായിരുന്നു. പക്ഷേ നമ്മുടെ ദേശത്തിന് വേണ്ടി വന്ന ഈ ഗണ്ണുകളെ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളുടെ ഓപ്പറേഷൻ കാർഗിലിന്റെ വിജയത്തിന് മുഖ്യമായ ഒരു ആയുധമായിരുന്നു, വെപ്പണായിരുന്നു 155mm FS-77 BO2 ഗൺസ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഈ വേദിയിലും സാറിനെ കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്, കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോ. ബൊഫോഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ സംഗതി എന്താണെന്ന് ഇതുവരെ പിടിച്ചിട്ടില്ല. യെസ്, ഞാനൊരു ചെറിയ ബ്രീഫ് തരാം. 155mm എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബാരലിന്റെ ബോർ ഡയമീറ്റർ ആണ്. ഈ 150mm ബോർ എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് കാലിബർ ആണ്. ഇത് വെച്ചിട്ട് ന്യൂക്ലിയർ വെപ്പൺ വരെ നമുക്ക് ഫയർ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ലോവസ്റ്റ് ന്യൂക്ലിയർ ബോംബിന്റെ സൈസാണ് 155mm. ഇതിന്റെ റേഞ്ച് 30 കിലോമീറ്റേഴ്സ് ആണ്. 30 കിലോമീറ്റേഴ്സ് സെൽഫ് മൂവിങ് ഗണ്ണാണിത്. എത്ര സംഗതി പാടിയാലും 30 കിലോമീറ്റേഴ്സ് എത്തൂല. ഇല്ല സാർ, സാറിന്റെ പാട്ട് വേൾഡ് മുഴുവൻ കേൾക്കുന്നു സാർ. താങ്ക് യു സോ മച്ച്. സാർ വന്നല്ലോ, വളരെയധികം സന്തോഷം. പുതിയ അറിവുകളും തന്നു ഈ റിപ്പബ്ലിക് ഡേയിൽ. താങ്ക് യു സാർ. ഹായ് ഹരികുമാർ സാർ. നമസ്കാരം സാർ. സുനാമി സമയത്ത് ആൻഡമാൻസിലായിരുന്നു, ആ ഒരു ഓപ്പറേഷനിലായിരുന്നു. നമ്മുടെ ധീര ജവാന്മാർ നമ്മളോട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് അത് വലിയൊരു മോട്ടിവേഷനാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മോട്ടിവേഷനാണ്. അപ്പോൾ ആ ഒരു സമയത്തെക്കുറിച്ച് നമ്മളോട് ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ പേര് ഹരികുമാർ, മാവേലിക്കര എന്നാണ്. ആർമി എന്ന് പറയുന്നത് നമ്മൾ രാജ്യസേവനത്തോടൊപ്പം തന്നെ നാച്ചുറൽ കലാമിറ്റീസ്, സുനാമി ആവട്ടെ, എർത്തുക്വേക്ക് ആവട്ടെ, അതുകൊണ്ട് തന്നെ നമ്മുടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. ഇങ്ങനെയുള്ള മേഖലകളിൽ ഞങ്ങളെ ആവശ്യപ്പെടാറുണ്ട് ആർമി അതുപോലെ തന്നെ വന്ന് നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ 2000 ജാനുവരി 26 എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഞാനന്ന് രാജസ്ഥാനിൽ ട്രെയിനിങ്ങിലായിരുന്നു. ആ സമയത്ത് നമുക്ക് ആ ട്രെയിനിങ് ഏരിയ രാജസ്ഥാനിൽ നടക്കുന്ന സമയത്ത് ഒരു എർത്ത് മൂവ്മെൻ്റ് ഉണ്ടായി. വിതിൻ സെക്കൻഡിൽ അറിഞ്ഞു, ഇങ്ങനെ ന്യൂസ് ത്രൂ അറിഞ്ഞിരുന്നു. നമ്മൾ ഗുജറാത്തിലെ അഞ്ചാർ എന്ന ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രിക്റ്റിൽ ഒരു വിള്ളൽ വീണു. ഭൂമി നല്ലൊരു എർത്തുക്വേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ സെൻറ്റിമീറ്റർ വളരെ ഉയർന്നതായിരുന്നു. ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടി ഗുജറാത്തിലേക്ക് എത്തണമെന്നും. ബൈ എയർ മാർഗം ഞങ്ങൾ എഞ്ചിനീയറിംഗ് സെക്ഷൻ ആയതുകൊണ്ട് JCB അതുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എയർ മാർഗം ജോധ്പൂർ ടു ഗുജറാത്തിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് അവിടെ 2000 ഉണ്ടായ ആ സംഭവം 8:20 എർത്തുക്വേക്ക് ഉണ്ടായത്. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയത് ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. ആദ്യമായിട്ട് ഞങ്ങൾ എയർപോർട്ട് ഇറങ്ങി അവിടെ നിന്ന് വന്ന് ബൈ റോഡ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ സ്കൂൾ മൊത്തത്തിൽ തകർന്നിരിക്കുകയായിരുന്നു. അവിടുത്തെ ക്ലോക്കുകളൊക്കെ കണ്ട 8:20 നിശ്ചലമായിരിക്കുകയാണ്. അതുപോലെ കുട്ടികളും അതുപോലെ തന്നെ ആ പ്രാന്തപ്രദേശങ്ങളിലെ എല്ലാ വീടുകളും ഒരു വളരെ ദുഃഖപൂരിതമായിരുന്നു. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ജനുവരി 26 ഓർമ്മയിൽ. അത് പ്രത്യേകിച്ച് എനിക്ക് മറക്കാനാവാത്ത വളരെ ആർമി ലൈഫിൽ ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അവിടെ ഒത്തിരി മരണപ്പെട്ട വീടുകൾ, പാരലൈസായി കിടന്ന ഒരു അമ്മയെ പൊക്കുവാൻ വേണ്ടി 2 പെൺകുട്ടികൾ ചെല്ലുന്നു. അവരെടുക്കാൻ നോക്കുന്ന സമയത്താണ് അതിൻ്റെ വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുന്നതും. ഗർഭിണിയായ എത്രയോ കുട്ടികൾ അതിനകത്ത് മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഡെഡ് ബോഡികൾ നമ്മുടെ കൈകൊണ്ട് എടുക്കേണ്ടി വന്നു. രാജ്യസേവനത്തിനൊപ്പം തന്നെ ഈ ചില നാച്ചുറൽ കലാമിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ അനുഭവം ഉണ്ടായി. വളരെ സന്തോഷം. ഈ ഫ്ലോറിൽ ഞങ്ങളെ വിളിച്ചതിന് എൻ്റെ എല്ലാ നന്ദിയും എന്നെ അറിയിച്ചുള്ളൂ.
നമ്മൾക്കാണ് വലിയ സന്തോഷം. ഇറ്റ്സ് ആൻ ഓണർ ടു ഹാവ് യു ഹിയർ. താങ്ക് യു. താങ്ക് യു മാഡം. മാത്യു സർ, ആന്റി, എല്ലാവരും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ടോപ്പ് സിംഗറിലെ കുട്ടികളും ഇങ്ങനെ കുറേ പേര് പാട്ട് പാടാനായിട്ടും അവരുടെ പെർഫോമൻസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ റിപ്പബ്ലിക് ഡേ ഇത്രയും സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ടോപ്പ് സിംഗർ വരുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അവരുടെ പാട്ടിന് വേണ്ടി. അപ്പോൾ അവരും ഭയങ്കര പ്രൗഡായിട്ടാണ് ഓരോ പാട്ടും പാടുന്നത്, ഓരോ പെർഫോമൻസും നമ്മുടെ ടോപ്പ് സിംഗറിൻ്റെ ഫ്ലോർ ചെയ്യുന്നത്. നമുക്കൊരു പെർഫോമൻസ് കണ്ടാലോ? യെസ്. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. തിരുന്നു വന്നവർ ഭരണം പറ്റി മുടിഞ്ഞു പണ്ടേ വീടാകെ, വീട് പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേ. വീട് പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേ. തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം, തുഷ്ടി കൊടുമ്പും ജീവിതധർമ്മം. സ്വതന്ത്ര ഭാരത വിശാലഹർമ്മ്യം സുന്ദരമാക്കുന്ന കർമ്മം. സ്വതന്ത്ര ഭാരത വിശാലഹർമ്മ്യം സുന്ദരമാക്കുന്ന ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ഗ്രാമം തോറും നമ്മുടെ പാദം ക്ഷേമം വിതറി നടക്കട്ടെ. കൂരകൾ തോറും നമ്മുടെ കൈത്തിരി കൂരിരുൾ കീറി മുറിക്കട്ടെ. അടിപതരാതെ ജനകോടികൾ പുതുപുലരിയിലേക്ക് കുതിക്കട്ടെ. അലസതയരുതേ നമ്മുടെ ലക്ഷ്യം, അരികെ അരികെ അരികെ. അലസതയരുതേ നമ്മുടെ ലക്ഷ്യം, അരികെ അരികെ അരികെ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. നമുക്കിനി പ്രജീഷ് സാറിനോട് സംസാരിക്കാം. ഓ, സർ, ഞാൻ ആർമിയിൽ 20 വർഷം സർവീസ് ചെയ്ത് 2020 റിട്ടയർ ആയതാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അനുഭവങ്ങളൊന്നും പറയാനില്ല. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് കടന്നുപോയത്. എനിക്ക് ആകെയുള്ളൊരു സങ്കടം 20 വർഷം മാത്രമേ എനിക്ക് സർവീസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതാണ് എൻ്റെ ഒരു സങ്കടം. എൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയായിരുന്നു. ആ പരിക്കിൽ എനിക്ക് അവിടെ നിന്ന് വാളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് പോരേണ്ടി വന്നു. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു സങ്കടമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ മരട് ഗവൺമെൻറ് ITയിൽ വർക്ക് ചെയ്യുകയാണ്.
പ്രജീഷ് സർ, ഞാനൊരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഈ യുദ്ധത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഇങ്ങനെ ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലൂടെയും ഒക്കെ യാത്ര ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഭക്ഷണം, അങ്ങനത്തെ ബേസിക് നീഡ്സ് ഒക്കെ അതൊക്കെ എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുന്നത് അവിടെ നിന്നൊക്കെ? അത് ഞങ്ങൾ സാധാരണ പോകുമ്പോൾ ഇവിടുന്ന് പാക്ക്ഡ് ലഞ്ച്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ പിന്നീട് ചിലപ്പോൾ ചില സമയങ്ങളിൽ വന്നിട്ട് നമുക്ക് ഭക്ഷണം കിട്ടാതെ, ഇപ്പോൾ പണ്ട് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു റെക്കിക്ക് വേണ്ടിയിട്ട് അരുണാചൽ പ്രദേശിൽ ചൈന ബോർഡർ ഏരിയയിലേക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോയി, ഞങ്ങളൊരു 10 പേരുണ്ടായിരുന്നു. മുമ്പോട്ട് പോയി അതായത് ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയ വഴി സ്ലൈഡിങ് ആയി, ആ വഴി മൊത്തം ബ്ലോക്കായി പോയി. അപ്പോൾ വാഹന സൗകര്യം ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും സഞ്ചരിക്കാൻ പറ്റില്ല. അവിടെ വെച്ച് ക്ലോസ് ആയി. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ 2 ദിവസം 3 ദിവസമൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് ഏകദേശം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അന്നത്തോടുകൂടി ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു. പിന്നെ കുടിക്കാനുള്ള വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊരു വില്ലേജ് അല്ല, റിമോട്ട് ഏരിയ ആണ്, ബോർഡർ ഏരിയ ആണ്. അപ്പോൾ അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ ആടിനെയൊക്കെ മേയിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്കൊരു ആടിനെ തന്നു കഴിക്കാനായിട്ട്. പക്ഷേ നമുക്ക് വേവിച്ച് കഴിക്കാനോ അത് പാചകം ചെയ്യാനോ നമ്മുടെ അടുത്ത് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ ഈ ഉപ്പ്, നമ്മുടെ സാധാരണ ഉപ്പുണ്ടല്ലോ, ഉപ്പ് നമ്മൾ കയ്യിൽ കൊണ്ടുപോയി അട്ട നമ്മൾ കടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് എപ്പോഴും നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കാരണം ഈ ആടിൻ്റെ തൊലി പൊളിച്ചിട്ട് അതിനെ മാറ്റി വൃത്തിയാക്കിയിട്ട് ഉപ്പ് തേച്ചിട്ട് ഞങ്ങൾ ചുട്ട് കഴിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, എല്ലാവരും സാധാരണ അത് ഈ ഇവിടെ ഉള്ളവരെല്ലാവരും ഇത് അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളിത് അനുഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ കേൾക്കേണ്ട കഥ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ സാറിനും ബാക്കി എല്ലാവർക്കും ഇത് എപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഞെട്ടല് മാത്രമാണ്. ആ ഒരു സമയത്ത് പിന്നെ നമുക്കത് വേറെ വഴിയില്ലാത്തത് നമുക്കത് കഴിച്ചു. പക്ഷെ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളത് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുക പോലും ഇല്ല. നമ്മളൊന്ന് വരെല്ലാം അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിസ്സ ഡെലിവറി ബോയ് വീട്ടിൽ കൊണ്ടുവന്ന് പിസ്സ തരും, അല്ല എന്താന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഇത് ഏകദേശം എത്ര നാൾ മുന്നേ ആയിരിക്കും? ഇത് ഒരു 8-10 വർഷം മുമ്പത്തെ കാര്യം. ഓ ശരി ശരി ശരി. സോമരാജ് സാർ, അപ്പൊ നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് പ്രേക്ഷകരും നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എല്ലാവരും ഒന്നിച്ചാണല്ലോ ഉള്ളത്. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് സാറിന്റെ ഭാഗത്തു നിന്നും റിപ്പബ്ലിക് ഡേയിൽ കൊടുക്കാൻ പറ്റുന്നത്? 1950 അംബേദ്കർജി സമർപ്പിച്ച ഈ ഭരണഘടന അനുസരിച്ച് നമുക്ക് സമത്വം, സ്വാതന്ത്ര്യം, മതേതരത്വം, സോഷ്യലിസം എല്ലാം നമ്മൾക്ക് ഇവിടെ തരുന്നുണ്ട്. പക്ഷേ ഇന്ന് വേൾഡിലുള്ള ഒരു രാജ്യത്തും ഇത്ര ഫ്രീഡം ഒരു രാജ്യത്തും കിട്ടുന്നില്ല. ആ ഒരു സ്ലേവറിയിലേക്കാണ് നമ്മളുടെ ജനത അവിടേക്കാണ് അട്രാക്റ്റ് ആയി പോകുന്നത്. ഓൺലി പൈസ. പക്ഷേ ഇന്ത്യയിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കഴിവും എബിലിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വേക്കൻസികൾ തീർച്ചയായിട്ടും ക്യാപ്ചർ ചെയ്യാം. ഇവിടെ നല്ലൊരു ജീവിതം, ഒരാളൊരു മാർട്ടിയർ ആയിക്കഴിഞ്ഞാൽ, വീരമൃത്യു സംഭവിച്ചാൽ ദേശീയ പതാക കൊണ്ടാണ് ആ ശരീരത്തെ പുതപ്പിക്കുന്നത്. വേറെ ഒരു കമ്മ്യൂണിറ്റിക്കും ഇല്ലാത്ത ഒരു ഇതാണ് അത്. താഴേക്കിടയിലെ ഒരു ജവാനായിക്കോട്ടെ അല്ലെങ്കിൽ ജനറൽ ആയിക്കോട്ടെ, എല്ലാവർക്കും ദേശീയ പതാക അത്രൈസാണ്. പക്ഷേ വേറൊരു ഭാഗത്തിനുമില്ല. സാലറി കാര്യങ്ങൾ നോക്കിയാൽ തന്നെയും ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് നല്ല മികച്ച ഒരു സാലറിയാണ് തരുന്നത്. അപ്പൊ എന്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്കൂളിലും ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ ആവശ്യമാണ്. ഇതിൽ കേൾക്കുന്ന ഓരോ HM അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്തുള്ള സർവീസ് ചെയ്തിരിക്കുന്ന സോൾജിയേഴ്സിനോട് ഒരു മോട്ടിവേഷൻ ക്ലാസ് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ കണ്ടക്ട് ചെയ്യാനും നമ്മളുടെ മാതാപിതാക്കളെയും കുട്ടികളെയും ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ആർമിയിലേക്ക് അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് കയറണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ എറണാകുളം സൈനിക കൂട്ടായ്മ അംഗങ്ങൾ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്ന മാക്സിമം എറണാകുളം സൈനിക കൂട്ടായ്മ അംഗങ്ങളാണ്. അവര് തീർച്ചയായിട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ആ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ തയ്യാറുമാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ശ്രീകുമാർ സാറിന്റെ അടുത്താണ്. സാർ കവിത പാടുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഒരു 4 വരി കവിത ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ? തീർച്ചയായിട്ടും. ഞാൻ ഈ കവിത സെലക്ട് ചെയ്ത് അമ്മ എന്ന കവിതയാണ്. കാരണം റിപ്പബ്ലിക് ആയാലും ഇൻഡിപെൻഡൻസ് ഡേ ആയാലും സൃഷ്ടികർത്താവ് അമ്മയാണ്. ആ അമ്മയെ ആദരിക്കുന്നു. എൻ്റെ അനുഭവം വെച്ചാൽ പറയുന്നത് ബ്രാസ് ടാഗ് എക്സർസൈസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഗുജറാത്തിലായിരുന്നു. ഈവൻ ദോ ഐ ആം ബിലോങ്സ് ടു EME, ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയർ, ആസ് ആംസ് ഇൻസ്പെക്ടർ. കുവൈറ്റ് ആർമിയിലുണ്ടായിരുന്നു. ബ്രാസ് ടാഗ് എക്സർസൈസിൽ എൻ്റെ അമ്മ മരിച്ചു. എനിക്ക് ലീവ് കിട്ടിയില്ല. അതാണ് ഇന്ത്യൻ ആർമി. ഫസ്റ്റ് ഒബേ. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ബാക്കി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ തിരിയില്ല. ഇന്നും അതൊരു വേദനയാണ്. പക്ഷെ ഒരു സാക്രിഫൈഷൻ രാജ്യത്തോടുള്ള. ഇന്ന് ശാന്തനായിട്ട് ഉറങ്ങുന്നു. കാരണം സർവീസ് ടൈമിൽ ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണ്. റിട്ടയർ ആയി ഐ എം റണ്ണിങ് 71 years of age. സ്റ്റിൽ ഐ എം പ്രൗഡ് മൈ ഹെൽത്ത്. ബോയ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. കാരണം ഇന്ന് സേഫാണ് കൺട്രി. ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ പെൻഷൻ തരുന്നു, മെഡിക്കൽ ഫെസിലിറ്റീസ്, എവറിത്തിങ്. കുട്ടികളും സേഫാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും
എൻ്റെ വൈഫിനും ഷി ഡോണ്ട് വറി അബൌട്ട് മണി. അതാണ് ഇന്ത്യൻ ഡിഫൻസ്. നമ്മുടെ സുരേഷ് സാറോടെ ഉണ്ട്. നമസ്കാരം സാർ. അക്ഷർധാം ടെമ്പിൾ അറ്റാക്ക്, അത് ഓർമ്മ വരുന്നു? എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ സർവീസിലെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്, ഞാൻ 90-ൽ എൻറോൾമെൻ്റായി, 2020-ൽ ഞാൻ റിട്ടയർഡായി, 30 വർഷം സൈന്യത്തിൽ സേവനം ചെയ്തു. 2000-ൽ ഞാൻ NSCയിൽ എൻ്റെ ഒരു ഡെപ്യൂട്ടേഷന് വേണ്ടി NSCയിൽ ട്രെയിനിങ്ങിന് പോയിരുന്നു. അവിടെ വെച്ച് 2002 സെപ്റ്റംബർ 24 അക്ഷർധാം ടെമ്പിളിൻ്റെ അറ്റാക്ക് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അതിൽ ഹിറ്റ് നമ്പർ 6-ലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. എൻ്റെ പേര് തന്നെയുള്ള സുരേഷ് ചന്ദ് യാദവ് എന്ന് പറയുന്ന ഒരു സുബേദാർ സാബുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഈ ഉഗ്രവാദിയുടെ വെടിയേറ്റ്, അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് വെടിയേറ്റ് മരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ബാക്കി ഹിറ്റിലുണ്ടായിരുന്നവരെല്ലാവരും എൻ്റെ പേര് അവിടെ എടുത്തു പറഞ്ഞത്, സുരേഷിന് വെടിയേറ്റു എന്ന് പറഞ്ഞു. ആക്ച്വലി സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മെഗ്സിൻ തീർന്നിട്ട് മെഗ്സിൻ തിരിച്ചെടുക്കാനായിട്ട് റിട്ടേൺ പോകുമ്പോൾ ഈ ഉഗ്രവാദികൾ അവിടെ ഒരു അശോകമരം ഉണ്ടായിരുന്നു. ഈ അശോകമരം 2 ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ മുകളിൽ കയറിയിരുന്ന് ഇദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഷൂട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ് തുളച്ചാണ് അദ്ദേഹത്തിൻ്റെ ഹെഡിൽ ഇഞ്ചുറി ആയത്. അങ്ങനെ അദ്ദേഹം സ്പോട്ടിൽ ഡെഡ് ആവുകയായിരുന്നു. ഞങ്ങൾ പോയ ടീമിൽ ആ ഫ്ലൈറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി തിരിച്ച് യൂണിറ്റിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായി. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് ധീര ജവാന്മാർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർ ഫ്രണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോൺ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും സാറിന് മനസ്സിൽ എന്തായിരിക്കും? അതാണ് ചോദിക്കാൻ. ആ സമയത്ത് നമ്മളെ ഓപ്പറേഷൻ, നമ്മുടെ ഹിറ്റിലേക്ക് നമ്മളെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയോ മറ്റൊന്നും നമ്മൾ ആലോചിക്കാറില്ല. അന്ന് എൻ്റെ ഫാമിലി ഈ മാനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. മകൻ അന്ന് 1.5 വയസ്സ് പ്രായം. ഞങ്ങൾക്ക് പെട്ടെന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇതുപോലെ അക്ഷർധാം ടെമ്പിളിൽ മിലിറ്റൻസ് അറ്റാക്ക് ഉണ്ടായി, പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് NSC തയ്യാറാവണമെന്ന് പറഞ്ഞ് നമ്മൾക്ക് മെസ്സേജ് വന്നു. സെക്ടർ കമാൻഡർ പെട്ടെന്ന് തന്നെ 51 SIGയിലായിരുന്നു ഞാൻ സർവീസ് ചെയ്തിരുന്നത്. അവിടെ SIGയിലേക്ക് മെസ്സേജ് വന്നു. വിത്തിൻ 20 മിനിറ്റ്സിൽ ഞങ്ങൾ എയർപോർട്ടിൽ എത്തണമെന്നായിരുന്നു നമുക്കുള്ള ഓർഡർ. 20 മിനിറ്റ്സിൽ അതിനുള്ള സംവിധാനമെല്ലാം അന്ന് ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓപ്പറേഷൻ എപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യണോ ആ സമയത്ത് തന്നെ എയർപോർട്ടിൽ നമ്മുടെ ഫ്ലൈറ്റും എല്ലാം റെഡിയായിട്ടുണ്ടാകും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ടേക്ക് ഓഫ് ആയി ഗാന്ധിനഗറിലെത്തുകയും ഗാന്ധിനഗറിൽ നിന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് അക്ഷർധാം ടെമ്പിൾ നിൽക്കുന്നത് 90 ഏക്കർ വിസ്തൃതിയിലുള്ള ഭൂമിയിലാണ്. ഏകദേശം 1000-ഓളം റൂംസുകളും പിന്നെ പരിക്രമയും ഇങ്ങനെ ചേർന്ന് വളരെ വിപുലമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അവിടെ പോയിട്ടുള്ളവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ വളരെ എൻജോയ്ഡായിട്ട് ഏകദേശം ഒരു 45ഓളം ആൾക്കാർ മരിക്കുകയും 500ഓളം ആൾക്കാർ വൂണ്ടഡായിട്ട് കിടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെ ഇങ്ങനെ അവരെ ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് ഏകദേശം ഒരു 100ഓളം ആംബുലൻസ് അവിടെ ഇങ്ങനെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ചെല്ലുന്നതും പെട്ടെന്ന് രാത്രിയിൽ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നും അതിനുള്ളിൽ BSF മറ്റ് പോലീസ് ഫോഴ്സ് എല്ലാം തന്നെ ചുറ്റുവട്ടം എല്ലാം വളഞ്ഞ് നമുക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓപ്പറേഷൻ ലോഞ്ച് ചെയ്ത് അതായത് വെളുപ്പിന് 5 മണിയായപ്പോഴാണ് നമ്മുടെ ഓപ്പറേഷൻ ആ 2 മിലിറ്റൻസിനെയും നമ്മൾ ഷൂട്ട് ഡൗൺ ചെയ്തിട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയത്. ആ സമയത്ത് നമ്മുടെ ജോഷി എന്ന് പറയുന്ന ഒരു മേജർ സാബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വൂണ്ടഡായി, അതായത് ഗ്രനേഡിൻ്റെ ഷെല്ലാക്രമണത്തിൽ. പിന്നെ വേറെ ഒരു ഹിന്ദി നോർത്ത് ഇന്ത്യൻ ഒരാൾ, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറയിൽ ഈ പെടലിക്ക് വെടിയേറ്റ് അദ്ദേഹം ഏകദേശം 2 വർഷത്തോളം കോമോ സ്റ്റേജിലായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പേർക്ക് ഇഞ്ചുർഡൊക്കെ ആയി. ഞങ്ങൾ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 6-7 മണിയാകുമ്പോഴും ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. ആ തിരിച്ചു വരുന്ന ഫ്ലൈറ്റിൽ തന്നെ ഈ സുരേഷ് ചന്ദ് യാദവ് സാബിനെയും കൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോഡി കൂടാണ് തിരിച്ചു കൊണ്ടുപോയത്. സുരേഷ് സാർ, ഈ അക്ഷർധാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൽ അക്ഷരം എന്നുള്ളത് ഞാനിങ്ങനെ ഓർക്കണം. അക്ഷരം എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്തത്, അനശ്വരം എന്നർത്ഥമാണ് അക്ഷരം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ പോരാട്ടം, അതിൽ ഒരിക്കലും ആ ഒരു എനർജിയിലും ആ ഒരു മനസ്സിൻ്റെ ആ കെട്ടുറപ്പിലും ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
സുരേഷ്ജിയുടെ എക്സ്പീരിയൻസ് തെളിയിക്കുന്നത്. അപ്പോൾ വലിയൊരു സല്യൂട്ട് സുരേഷ് സാറിന്. ഞാൻ വളരെയധികം ആരാധിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് പട്ടാളക്കാരെയും കർഷകരെയും. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ കാലുതൊട്ട് നമസ്കരിക്കുകയാണ്. സുരേഷ് സർ 1962 വാറിൻ്റെ സമയത്ത് ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്തൊരു സംഭവം, അന്ന് ഡ്രോപ്പ് ചെയ്തൊരു ബോംബ് അത് പിന്നീട് ഡിഫ്യൂസ് ചെയ്തു. ആ ഒരു സംഭവത്തിനെ കുറിച്ച്. എൻ്റെ സർവീസിൽ എനിക്ക് ലാസ്റ്റ് കിട്ടിയൊരു ചാൻസാണ്. 8 വർഷം ഞാൻ ബോംബ് സ്ക്വാഡിലായിരുന്നു സർവീസ് ചെയ്തിരുന്നത്. അതിൽ ഞങ്ങൾ ഗുവാഹട്ടി എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ യൂണിറ്റ്. അപ്പോൾ അവിടുന്ന് ഒരു മെസ്സേജ് ഇതുപോലെ കിട്ടി. ബംഗാളിൻ്റെ ഒരു ഉൾപ്രദേശത്ത് ഒരു ചതുപ്പ് സ്ഥലത്ത് ഒരു ബോംബ് ഇതുപോലെ 1962 വാറിൽ ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷേ അത് ബ്ലാസ്റ്റ് ആയില്ല. അതിൻ്റെ ഫ്യൂസിങ് യൂണിറ്റ് വർക്കാകാതെ അത് ചെളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു. ഇതൊരു അവിടെ കർഷകൻ ട്രാക്ടർ വീഴുമ്പോൾ ഈ സാധനം കിട്ടിയ ചേറിൽ പൊതഞ്ഞ് ഈ ബോംബ് കിട്ടി. അദ്ദേഹം ഇത് അറിയത്തില്ല. വലിയൊരു എന്തോ ഭാരിച്ച ഒരു സാധനം, ഏകദേശം 500 LBS ഉള്ളൊരു ബോംബാണത്. അദ്ദേഹം ഇത് എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ച് ചെളിയെല്ലാം തൂത്ത് തുടച്ച് നോക്കിയപ്പോൾ അതിൽ മുകളിൽ എഴുതിയിരിക്കുന്നു ബോംബെന്ന്. പിന്നെ അദ്ദേഹം അത് പോലീസിനെ അറിയിച്ചു. പോലീസ് അവിടുന്ന് നമുക്ക് ബോംബ് സ്ക്വാഡിന്, ഞങ്ങൾക്കാണ് ആ ഏരിയയിലുള്ള ഇൻചാർജ് ആയിരുന്നത്, ബോംബ് സ്ക്വാഡിനെ അറിയിച്ചു. ബോംബ് സ്ക്വാഡ് അവിടുന്ന് ടീം പോയി. ആ ടീമിൽ പോയിട്ട് ഈ ബോംബ് അവിടുന്ന് തന്നെ വേറെ ഒരു വിജനമായ സ്ഥലത്ത് അത് JCB വെച്ച് അതിന് പ്രത്യേകം പരിശീലനം കിട്ടിയ ആൾക്കാരാണ് കുഴിയെടുത്തിട്ട് അതിൽ സാൻഡ് ബാഗൊക്കെ ഫില്ല് ചെയ്ത് അതിൻ്റെ റിട്ടേണിംഗ് വാളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ബോംബ് ഡിസ്ഫ്യൂസ് ചെയ്തു. അതൊരു അനുഭവമാണ്. അതൊക്കെ ഒരു ഏകദേശം 250 കിലോ എക്സ്പ്ലോസീവ് ഉള്ള ഒരു ബോംബാണ്. അതിനെ നമ്മൾ അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണോ തന്നിരിക്കുന്നത് ആ രീതിയിൽ അതിനെ ഡിഫ്യൂസ് ചെയ്തിട്ട് ഉള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് 1962 അതുപോലെ ഒരുപാട് ബോംബുകൾ, ക്ലസ്റ്റർ ബോംബുകളൊക്കെ ആ മേഖലയിലൊക്കെ, അതായത് ബംഗ്ലാദേശ് ബോർഡർ ഏരിയയിൽ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സർ. റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരും നമ്മളും ഒക്കെ ഈ ഒരു ദിവസം കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരു സോങ്ങുമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗേഴ്സ് എത്താണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം അല്ലേ?
മാത്യു സാറിൻ്റെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. ഞാനും കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് NCC-യിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഒരു പട്ടാളക്കാരനാവണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു. കരസേന അല്ലെങ്കിൽ എയർഫോഴ്സിൽ പോകണം എന്നൊക്കെ ആയിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഉശിരും ഒരു എന്താ പറയുക ഒരു രക്തം തിളയ്ക്കുക എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു വികാരമാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ തോന്നിയത്. എനിക്ക് ചേച്ചിയോടാണ് ചോദിക്കാനുള്ളത്. ചേച്ചി എവിടെയായിരുന്നു ഈ വിവരം അറിയുമ്പോൾ? എന്തായിരുന്നു ആ ദിവസത്തെ? ഞാൻ നാട്ടിലായിരുന്നു. അപ്പൊ ഈ വിവരം അറിയിക്കണത് എങ്ങനെയാണ്? ആ ഇൻസിഡന്റ്? അദ്ദേഹം കാശ്മീരിലെ രജോറി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ടീച്ചറായിരുന്നു. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിലെല്ലാവരും വളരെ സീരിയസ് മൂഡിലാണ്. അപ്പോൾ ഞാൻ എന്തോ ഒരു ബുക്ക് എടുത്തിട്ട് ഞാനിങ്ങനെ വായിക്കാൻ അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ല. അല്ല, എൻ്റെ അമ്മ കുറച്ച് സമയം കഴിയുമ്പോൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, നീ എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യുക, ഇങ്ങനെ കിടക്കരുതെന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ ആ സമയത്ത്. എന്നിട്ട് എല്ലാവരും വളരെ സൈലന്റ്. അത് കഴിഞ്ഞിട്ട് എന്നോട് എൻ്റെ നെയ്ബർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട്, മാത്യുവിന് കാലിനാണ് പരിക്കുപറ്റിയിരിക്കുന്നത്, പേടിക്കാനൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല, കാലിനല്ല, അതൊന്നും പ്രശ്നമില്ല, ആർമിക്കാർക്ക് അതൊക്കെ ഓക്കെ സംഭവിക്കാം, കാലിനല്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ അമ്മ ന്യൂസ് പേപ്പറൊക്കെ ഒളിപ്പിച്ച് വെച്ചു. ന്യൂസ് പേപ്പർ ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നീട് എനിക്ക് എന്തോ സംശയം തോന്നി. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും സൂചന തരാറുണ്ടോ? എന്തെങ്കിലും സംഭവിക്കാം, പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറയും. മാത്യു എപ്പോഴും പറയും, ഞാൻ എന്തോ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് എന്തോ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മാത്രം ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ അവിടെ, ഞങ്ങൾ പട്ടാളക്കാർ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, അവർക്ക് എല്ലാവർക്കും ഉണ്ട് കുടുംബം, അങ്ങനെ നീ സെൽഫിഷ് ആയിട്ട് നിന്നെ പറ്റി മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. പിറ്റേ ദിവസം എൻ്റെ ബന്ധുക്കൾ ആരോ വന്നിട്ട് പറഞ്ഞു, തലയ്ക്കാണ് പരിക്കേറ്റത്, പക്ഷെ എന്നാലും സാരമില്ല, റിക്കവേർഡ് ആവും എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നീട് 1-2 ദിവസത്തിന് ശേഷം ആരോ എന്നോട് പറഞ്ഞു, കുറച്ച് സീരിയസ് തന്നെയാണ്, ചിലപ്പം എൻ്റെ ബ്രദേഴ്സൊക്കെ എയർഫോഴ്സിലായിരുന്നു, അവർ രണ്ടാളും അവിടെ എത്തി. അപ്പോൾ അവർ എന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, മാത്യു വളരെ സീരിയസ് കണ്ടീഷനാണ്, തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല, എന്നിട്ട് എന്തായാലും അവളോട് വേഗം വരാൻ പറ, ഒന്ന് മരിക്കുന്നതിന് മുമ്പ് കാണട്ടെ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമായിരുന്നു. പക്ഷെ പോസ്റ്റിംഗ് ഫീൽഡിലായതുകൊണ്ട് നമ്മൾ അവിടെ ഫാമിലി അല്ല, അവിടെ അല്ല. അപ്പം ഞാനിവിടെയും മാത്യു അവിടെയാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോവുക, അത്ര തന്നെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, മാത്യു മരിക്കുന്നതിന് മുമ്പ് വരിക എന്നെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, മാത്യുവിന് മരിക്കാനൊന്നും ആവില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ആ വിശ്വാസമായിരുന്നു. ഞാൻ പറഞ്ഞു, മാത്യു എന്താണെങ്കിലും ഇപ്പം മരിക്കില്ല, മാത്യു മരിക്കൊന്നുമില്ല, അത് സമയമുണ്ട്, ഞാൻ സാവധാനം പോയാലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഉള്ളിലൊരു തോന്നലാണ്. പക്ഷെ അവിടെ ചെന്ന് കണ്ടീഷനൊക്കെ കണ്ടപ്പോൾ വളരെ മോശമായിരുന്നു. എന്തായാലും ദൈവത്തിലുള്ള വിശ്വാസം അത് തന്നെയാണ് എന്നെ ഇന്നും അന്നും മുന്നോട്ട് നടത്തിയത്. അതൊരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണാം. തീർച്ചയായിട്ടും, അതെ അതെ, റിയലി ഗ്രേറ്റ് അല്ലേ. ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കൂ. പിന്നെ എപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്? ഞാൻ ഒരാഴ്ച ആയിട്ടുണ്ടാവുക. ഒരാഴ്ച നമുക്ക് കുറച്ച് ഇവിടുന്നൊക്കെയുള്ള യാത്രയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഞാനും മാത്യുവിൻ്റെ ബ്രദറും കൂടെയാണ് അവിടെ എത്തിയത്. അപ്പോൾ അത് ICUലാണ്, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ഇത് ജീവിക്കുന്നത്, ജീവൻ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് ഒന്നുമില്ല, എന്താ പറയുക, വെജിറ്റബിൾ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന പോലെ ആരെ അറിയുന്നില്ല, ഒന്നുമില്ല, അന്നത്തെ അവസ്ഥയിലായിരുന്നു. പിന്നെ 1 മാസമൊക്കെ കഴിഞ്ഞാണ് അദ്ദേഹം പതുക്കെ കണ്ണ് തുറക്കുന്നത് തന്നെ, കണ്ണ് തുറക്കുന്നത്, കൈയൊക്കെ ചെറുതായിട്ട് ചലിപ്പിക്കുന്നത്. പിന്നെ പതുക്കെ പ്രതീക്ഷയായി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള അങ്ങനെയൊക്കെ. മോന് ഇങ്ങനെ ഉള്ള ആഗ്രഹങ്ങളുണ്ടോ, പട്ടാളത്തിൽ വരണമെന്നോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ശരി. കാരണം ഇതിനു മുമ്പ് ഒരു സീസണിൽ ഇതുപോലൊരു ഉദ്യോഗസ്ഥൻ വന്നു, അദ്ദേഹം മരിച്ചു പോയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോന് ഭയങ്കര വാശിയായിരുന്നു, വീണ്ടും പട്ടാളത്തിൽ ചേരണം, അവർക്കെതിരെ യുദ്ധം ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വാശി. അവൻ ഇത്രയധികം നല്ല ഡിസിപ്ലിനുള്ള ലൈഫാണ്, എല്ലാ ആർമിയിലെ ഹാർഡ് വർക്ക്, ഡിസിപ്ലിന്, അതൊക്കെ എനിക്ക് ഇത്ര കാലമായിട്ടും, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഡിസംബറിൽ പൂർത്തിയായി, എനിക്ക് മാത്യുവിന്റെ ഡിസിപ്ലിനെ ഒന്നും ഇപ്പോഴും എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും എൻ്റെ മോനും കുറച്ച് എന്നെ പോലെയൊക്കെ തന്നെയാണ്. മാത്യു സാറിന്റെ ആ പോരാട്ടം, ആ സമർപ്പണം, ആ ത്യാഗം, നമ്മുടെ രാജ്യം അദ്ദേഹത്തിന്
ശൗര്യചക്ര പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. അത് 2004 അതിപ്പോൾ ഓർക്കുകയാണ് ഈ നിമിഷത്തിൽ. എനിക്ക് സല്യൂട്ട് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ബിഗ് സെറ്റ്. ഞങ്ങളും അതെ, നമ്മളെല്ലാവരുടെയും നമ്മളെല്ലാവരും ഒത്തിരി ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസും ഒരുപാട് മൊമെന്റ്സും ആണ് നമ്മൾ കേട്ട് കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന. സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, കാരണം റിയൽ ലൈഫാണ്. നടന്ന കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഷെയർ ചെയ്യുമ്പോൾ മധുവങ്കളിനും MJ അങ്കിളിനും ചേച്ചിക്കും ഒക്കെ അറിയാം എനിക്കിങ്ങനെ അധികം കേട്ട് നിൽക്കാൻ ഇങ്ങനെ തീരെ പറ്റാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കേ ഇല്ലായിരുന്നു കുറേ നേരമായിട്ട്. പക്ഷെ എനിക്കറിയാം ഇതൊരു സങ്കടം വരുന്ന കഥയല്ല, ഇത് നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടിരിക്കേണ്ട, നമ്മൾ അങ്ങനെ കേൾക്കേണ്ട ഒരു കഥയാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ കരയില്ല, അതെൻ്റെ വാക്കാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രണ്ടുപേരെയും പരിചയപ്പെടാൻ പറ്റിയതിൽ. പക്ഷെ എന്തായാലും നമ്മുടെ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് ഒരു പാട്ട് വേദിയാണല്ലോ. സാറിന് പാട്ട് ഒരുപാട് ഇഷ്ടമാണെന്ന് നമുക്കറിയാം. സാറിനും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ജവാന്മാർക്കും അവരുടെ ഫാമിലീസിനും ഒക്കെ ടോപ്പ് സിംഗറിൽ നിന്ന് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ടാണ് അല്ലേ? അതിനുമ്പോ ഒരു കാര്യം ചോദിക്കാണ്ട്, സാറിന് പ്രണയഗാനങ്ങളാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയില്ല, ചേച്ചിക്ക് പറയാൻ സാധിക്കും. അതെന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ പ്രണയ വിവാഹമായിരുന്നോ? അല്ല, അറേഞ്ച്ഡ്. അപ്പൊ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും? ഒരു മിന്നിങ്ങിന്റെ നുറുങ്ങുവിട്ടം, മെല്ലെ മെല്ലെ. സാർ നമുക്ക് ഒന്നിച്ചു പാടാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാവൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. മറ്റു സാർ ഇത്രയും കേട്ടപ്പോ ഹാപ്പിയാണോ? വെരി പ്രൗഡ് സർ. അതാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ മുഖത്തും ഒക്കെ ഒരു ചിരി കൊണ്ടുവരും മ്യൂസിക് എന്ന് പറയുന്നത് അല്ലേ? അത് പുനരുജ്ജീവിപ്പിക്കുന്നതാണ് സംഗീതം അല്ലേ? വലിയൊരു എക്സാമ്പിളാണ് സാർ. തീർച്ചയായിട്ടും അത് നമുക്കൊക്കെ ആസ് മ്യൂസീഷ്യൻസ് മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ കൂടിയാണ് സാർ. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് മ്യൂസിക് കമ്പോസർ സാറിനെ പോലെയുള്ളവരുടെ മനസ്സിലേക്ക് കടക്കുന്ന ഒരുപാട് പാട്ടുകൾ ആ രീതിയിലേക്ക് ഇനി മുന്നോട്ടും ചെയ്യണം എന്നുള്ളതിനും ഒരു വലിയ ഇൻസ്പിറേഷനാണ് സാർ. താങ്ക് യു സോ മച്ച്. മാത്യു സാറിനും ഡെഫിനറ്റ്ലി ഈ ഒരു ആഗ്രഹം കാണുമായിരിക്കും, വീണ്ടും പട്ടാളത്തിൽ ചേരണം, വീണ്ടും അതിൽ സെർവ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ മാമിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? 2003 മാത്യുവിന് പരിക്കേൽക്കുകയും ഇത്രയും ഏകദേശം 80% ഡിസേബിൾഡ് ആവുകയും ചെയ്തു. അപ്പോഴാണ് ആർമിയിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ പുറത്തു പോവാം അല്ലെങ്കിൽ സർവീസിൽ തുടരാം. അപ്പം മാത്യു പറഞ്ഞു എന്തായാലും ഞാൻ സർവീസിൽ നിന്ന്, കുറേ ആളുകൾ പറഞ്ഞു സർവീസിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്, പക്ഷെ മാത്യു എപ്പോഴും പറഞ്ഞു എനിക്ക് എൻ്റെ യൂണിറ്റിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഫുൾ സർവീസ് 2025 മെയ് 30 ഇപ്പോൾ റിട്ടയർ ആയിട്ടേ ഉള്ളൂ. അതുവരെ അദ്ദേഹം പല ഭാഗത്ത്, നാടിൻ്റെ പല ഭാഗത്ത് സഞ്ചരിച്ച് സർവീസ് പൂർത്തിയാക്കുകയും എല്ലാ പരിപാടികളിലും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് മാത്യുവിനെ ഞാൻ അങ്ങനെയൊക്കെ കെയർ ചെയ്തിട്ടുള്ളൂ. പിന്നീട് മാത്യു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു സഹായം പൊതുവെ ആരോടും ചോദിക്കുന്ന ഒന്നും ഇഷ്ടമില്ല, എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യണം എന്നുള്ള വാശി പോലെ അദ്ദേഹം ചെയ്യാറുണ്ട്. എനിക്ക് അത്രയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആർമിയിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് നന്ദി പറയാൻ പറ്റാത്ത അധികം സേവനങ്ങൾ ഞങ്ങളുടെ യൂണിറ്റ് 3 റെജിമെൻറ്റ് തന്നിട്ടുണ്ട്. ആ യൂണിറ്റിനും
ഞങ്ങൾ ഈ സമയം ഈ ഫ്ലോറിൽ വെച്ചിട്ട് 360 റെജിമെൻറ്റിന് ഒരു നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കൾ, ആർമി സുഹൃത്തുക്കൾ അല്ലാത്തവർ എല്ലാം, എനിക്ക് ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ആരെങ്കിലും ആയിട്ട് എപ്പോഴും സഹായിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ അവകാശവും അവരുടെ കടമയൊക്കെ ആയി എല്ലാവരും കണക്കാക്കുന്നുണ്ടാവാം. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. ഞങ്ങൾ ഇത്ര കാലം പോയത്, ഇനിയുള്ള കാലം അങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വൺസ് എ സോൾജർ വിൽ ബി എ സോൾജർ ഫോർ ദി എൻറ്റയർ ലൈഫ്. അതായത് നമ്മൾ ഫുൾ കാഴ്ചപ്പാടുള്ള സോൾജറായിട്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ തീർച്ചയായും കേട്ടിട്ടുണ്ട്. മാത്യുവിൻ്റെ കാര്യത്തിൽ 100% മാത്യു അന്നും ഇന്നും എന്നും അതേ ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ മാത്യു തൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റിയോടാണ് പോരാടുന്നു. അന്ന് കാശ്മീരിൽ തീവ്രവാദികളോട് പോരാടിയെന്നേ ഉള്ളൂ വ്യത്യാസം. അദ്ദേഹം അന്നും ഇന്നും എപ്പോഴും ഒരു സോൾജിയർ തന്നെ. അതെ, തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ ജവാന്മാരും അതേ പോളിസി ആയിരിക്കും. വൺസ് എ സോൾജർ യു ആർ ഓൾവേസ് എ സോൾജർ ഫോർ ദി എൻറ്റയർ ലൈഫ്. റിട്ടയർ ആയാലും അല്ലെ, യു ആർ ഓൾവേസ് റെഡി ടു സെർവ്. മാത്യു സാറിന് കുട്ടിക്കാലത്ത് തന്നെ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സോൾജർ ആവണം? ഓഫീസറാണുള്ളൊരു തീരുമാനം അത് പണ്ടേ ഉണ്ടായിരുന്നു. അല്ല, ഒരാളുടെ വ്യക്തിത്വം അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ അത് ചെയ്തിട്ടാണോ? പഠിക്കുന്ന കാലത്തൊരു പിന്നെ ഒരു NCC-ലുണ്ടായിരുന്ന ഒരു ടി വി ഗംഗാധരൻ സാർ പിന്നെ മരിച്ചുപോയി. അവൻ്റെ ഇത് അനുസരിച്ചാണ് ഞാൻ പോയത്. താങ്ക് യു സോ മച്ച് സാർ. വീണ്ടും ഒരുപാട് സന്തോഷം സാർ ഇവിടെ വന്നതിലും നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടതിലും. നമുക്ക് ഇറ്റ് ഈസ് എൻ ഓണർ ടു ഹാവ്. അപ്പൊ എല്ലാവർക്കും വന്ന എല്ലാവർക്കും സാറുമാർക്കും ഫാമിലിക്കും ഒക്കെ ഞങ്ങളുടെ ടോപ്പ് സിംഗറിന്റെ വക ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. എല്ലാവരുടെയും ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചതിനും കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനുമൊക്കെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദിവസം നിങ്ങളെ ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിങ്ങളുടെ കൂടെ ആവാൻ പറ്റിയതിൽ ഞാനും ഒരുപാട് പ്രൗഡാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് മാത്യു സർ, ആൻറ്റി, താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, സന്തോഷം മാത്രം. അപ്പോൾ ഈ ദിവസം ടോപ്പ് സിംഗറിൻ്റെ കൂടെ വന്നതിന് എല്ലാവർക്കും നമ്മുടെ നമസ്കാരം. ഒത്തിരി സന്തോഷം. മാത്യു സർ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ ടുഡേ. എത്ര അധികം സന്തോഷം, അഭിമാനം എന്ന് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സാറിനെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരു ലംപ് ഇൻ ദ ത്രോട്ട് പോലെയാണ്. ഒരുപാട് ഉള്ളിൽ ഘനീഭവിച്ച കുറേ ഇമോഷൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സാറിന് ഒരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗസ്റ്റ് സല്യൂട്ടാണ് നമ്മുടെ എല്ലാം ടോപ്പ് സിംഗറിൻ്റെ സാറിന്. താങ്ക് യു. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിൽ ടോപ്പ് സിംഗറും ഉണ്ട്. നമുക്ക് പ്രേക്ഷകർക്ക് തരാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ അത് പാട്ടാണ്. നമ്മുടെ കുട്ടി പാട്ടുകാരുടെ പാട്ട് കേട്ടു, അതുപോലെ തന്നെ സാറിൻ്റെ പാട്ട് കേട്ടു, പിന്നെ നമ്മുടെ ജഡ്ജസിന്റെ പാട്ട് കേട്ടു. അങ്ങനെ മൊത്തത്തിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. റിപ്പബ്ലിക് ഡേയുടെ എപ്പിസോഡ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഒരുപാട് അഭിമാനത്തോടെയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കണ്ടു തീർത്തത് എന്നെനിക്കറിയാം. നാളെ നമ്മൾ ഇതുപോലെ തന്നെ മനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ടാറ്റാ, ബൈ, സീ യു.